മറ്റൊരു മുഖങ്ങൾ നമ്മളിവിടെ കണ്ടിട്ടുണ്ട് അല്ലേ? പ്രതീക്ഷയ്ക്ക് മുകളിലെത്തിയോ? പ്രതീക്ഷയ്ക്ക് മേലെ. നമ്മൾ തേർഡ് ഇറക്കുമ്പോൾ പലരും പ്രതീക്ഷിച്ചു അത് എന്തിനാണ് സെക്കൻഡ് കഴിയുമ്പോൾ തന്നെ സ്കോപ്പില്ല. പക്ഷേ പടം പൊളിച്ചടക്കിയിട്ടുണ്ട് ജിത്തു ജോസഫ്. പിന്നെ ക്ലാസിക് ക്രിമിനൽ ഈസ് ബാക്ക്. ടോട്ടലി പടം പൊളിയാണ്. പടം പൊളിയാണ്. ലാസ്റ്റ് കൈയടിച്ച് കാണാനുള്ള സീൻസ്, കൈയടിച്ച് കാണാനുള്ള സീനുണ്ട്. സെക്കൻഡ് ഹാഫാണ് തൂക്കിയത്. തിയേറ്റർ നമുക്ക് കൂടുതൽ പറയാൻ പറ്റില്ല. കാര്യം സ്പോയിലർ ആവും. എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക. അധികം റിവ്യൂ സ്പോയിലർ ആവുന്നതിന് മുമ്പ് പോയി കാണുക. കാത്തിരിപ്പ് വെറുതെ അല്ല. 5 വർഷത്തിന് ശേഷം കിടിലം പടം. ദൃശ്യം 2 രോമാഞ്ചമാണോ? രോമാഞ്ചം അടിപൊളിയാണ്. കിട്ടില്ല, എല്ലാം പൊളിച്ചടക്കിയിട്ടുണ്ട്. ഒറ്റൊരു കാര്യമല്ല പറയാനുള്ളൂ. ഹാപ്പി ബർത്ത്ഡേ ഡിയർ ലാലേട്ട. അതുകൊണ്ട് ഫുള്ള് പോസിറ്റീവ് മാത്രമേ ഉള്ളൂ. പോസിറ്റീവായിട്ടൊരു കാര്യം ചെയ്യുക, ടിക്കറ്റ് എടുക്കുക, കാണുക, അത്രേ ഉള്ളൂ. ഹാപ്പി ബർത്ത്ഡേ ഡിയർ ലാലേട്ട. എൻ്റെ മോൻ്റെയും ബർത്ത്ഡേ. അതുകൊണ്ട് യാതൊരു നെഗറ്റീവ് ഇല്ല. ഫുൾ പോസിറ്റീവ് വൈബ്. ടിക്കറ്റ് എടുക്കുക, കാണുക, അത്രേ ഉള്ളൂ. പടം തൂക്കിയോ? ഇൻഡസ്ട്രിയൽ ഹിറ്റാ. അടുത്ത 100 CR 200 കോടിക്ക് മോൾ എത്തുമോ? ഏതാ 200? അതൊക്കെ സുഖമായിട്ടടി. കാത്തിരിപ്പ് വെറുതെ അല്ല. ഏതാ കാത്തിരിപ്പ് എന്ന് പറയാൻ പറ്റത്തില്ല. ഇന്നത്തെ ദിവസം ലാലേട്ടന് വേണ്ടിയിട്ടുള്ള ദിവസം. അതുകൊണ്ട് നമുക്ക് വേറെ നെഗറ്റീവ് വൈബ് ഒന്നുമില്ല. പോസിറ്റീവ് വൈബായിട്ട് ടിക്കറ്റ് എടുക്കുക, പോയി കാണുക. ലാലേട്ടന്റെ ബർത്ത്ഡേ ഒരു ദിവസം തൂക്കി. ഏതാ ഇന്ന് ബർത്ത്ഡേ ആയതുകൊണ്ട് ലാലേട്ടന് അതാണ് നമുക്ക് ഇത്രയും നാൾ നമ്മളെ രസിപ്പിച്ചും ചിരിപ്പിച്ച മനുഷ്യനല്ലേ. അതുകൊണ്ട് ഹാപ്പി ബർത്ത്ഡേ ഡിയർ ലാലേട്ട, അത്രേ പറയാനുള്ളൂ. അടിപൊളി. പ്രതീക്ഷയ്ക്ക് മുകളിലെത്തിയോ? നിരാശപ്പെടത്തില്ല. എല്ലാ ആക്ടേഴ്സും അടിപൊളി. സൂപ്പർ സിനിമ. പൈസ മുതലാവും. ഇൻഡസ്ട്രിയിലാണ് 100%. അപ്പോൾ ദൃശ്യം 2 തിയേറ്ററിൽ കാണാൻ പറ്റില്ലല്ലോ. ലാലേട്ടന്റെ ബർത്ത്ഡേ വരുന്നതാണ്. തിയേറ്ററിൽ തന്നെ ബോക്സ് ഓഫീസിൽ ലാലേട്ടൻ തിരിച്ചു തൂക്കിയിരിക്കുന്നത്. ഇൻഡസ്ട്രിയിൽ 200%. ഉറപ്പാണ്. 250 കോടിക്ക് മുകളിലെത്തും. 300 കോടി. ഓ സെറ്റ്.